ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ്. ഇതിൽ നല്ല ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൈഡേ സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആദ്യം തന്നെ ഇസ്തിരി ഇടലാണ്, എന്നിട്ടാണ് കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും മോളാണ് കേട്ടോ ഇസ്തിരി ഇടൽ. മോൻ്റെതും അവളതും യൂണിഫോം അവൾ തന്നെയാണ് ഇട്ട് കൊടുക്കൽ. പിന്നെ ഇക്കാക്ക് അന്നിടേണ്ട ഡ്രസ്സും അവൾ തന്നെയാണ് ഇട്ട് കൊടുക്കൽ. അന്ന് അവൾക്ക് ഒരുപാട് എഴുതാനും പഠിക്കാനെല്ലാം ഉണ്ടായിനി. അതുകൊണ്ട് പിന്നെ മോൻ്റെത് മാത്രം ഞാൻ ഇസ്തിരി ഇടലാണ്. ഇക്കയും മോനും സ്വന്തമായിട്ട് തന്നെ ഇസ്തിരി ഇടും. നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ ഇടും. പക്ഷേ പോകാറായ ടൈമിൽ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഇടലാണ്. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ല വൃത്തിയിൽ കാണണം. അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഇസ്തിരി ഇടാനെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ തലേദിവസം രാത്രി കഴുകി വെച്ച പാത്രമാണ് ആദ്യം എടുത്ത് വെക്കൽ. പക്ഷേ അന്നത്തെ ദിവസം കുറച്ച് ലേറ്റായി. ഞാൻ തലേദിവസം തന്നെ ഒന്നും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടോ അങ്ങനെ പ്രിപ്പയർ ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല. ഇന്നത് ഉണ്ടാക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ തലേദിവസം അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കലാണ്. അന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയ എഗ്ഗ് ബിരിയാണിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുട്ട ബോയിൽ ചെയ്യാൻ വെക്കലാണ്. അപ്പോൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച എപ്പോഴും ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കലാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ഉണ്ടാക്കാൻ ടൈം കിട്ടൂല. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലഞ്ചായിട്ട് കൊടുക്കാൻ പറ്റിയതും എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയതും എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് സേമിയ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലെ ടൈമൊന്നും ഇല്ലാത്തപ്പം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് ഉള്ളി, തക്കാളി 2 ചെറിയ തക്കാളി എടുത്തത്, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി, 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി മതി. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിത് തലേദിവസമൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇത് എല്ലാം കൂടെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ക്ലീനാക്കി വെക്കുന്നതേ ഉള്ളൂ. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തത്. പിന്നെ കുറച്ച് മല്ലിയിലയും വേണം. മല്ലിയിലയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വിനെഗർ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിലത്തെ വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. വിനെഗറിന് പകരം ഉപ്പിട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഐറ്റംസ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സാധാരണ കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ വേറെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ചോപ്പർ ഇല്ലത് കൊണ്ട് തന്നെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ട് മൊത്തത്തിൽ ഒന്നിച്ച് വഴറ്റലാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മസാല ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല, സാധാരണ ചോപ്പറും ഉണ്ടല്ലോ, അപ്പോൾ അതായാലും മതി. പക്ഷെ അതൊന്നും എനിക്ക് ഇത്ര ഉപകാരമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ മിക്സീൻ്റെ റിവ്യൂ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 6 വർഷമായി ഈ മിക്സി ഉപയോഗിക്കുന്നത്. മാഷാ അല്ലാ, എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും ഉപകാരമുള്ളത് ഈ ഒരു ജാറ് വരുന്നതാണ്. ഞാനിപ്പം ചോപ്പ് ചെയ്ത് ഇതിൽ സ്ലൈസ് ചെയ്യാൻ പറ്റും, ഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ചോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മൈദ പൊറോട്ടക്കെല്ലാം കുഴച്ചെടുക്കാൻ പറ്റും. എല്ലാം കൊണ്ട് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഉപകാരമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ജാറാണ്. പിന്നെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും. പിന്നെ ഒരു കംപ്ലൈൻറ്റ് പറയാമെന്ന് വെച്ചാൽ ഈ ഒരു മിക്സിയിൽ ജാറിൽ നമ്മൾ അരി അരക്കുമ്പം കൈ കൊണ്ട് അടപ്പ് ഇങ്ങനെ പിടിച്ച് നിൽക്കണം. എന്താ വെച്ചാൽ ക്ലിപ്പില്ല. ഇനിയിപ്പോൾ പിടിച്ച് നിന്നിട്ടില്ലെങ്കിൽ തെറിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ പിടിക്കാതെ വെച്ചിട്ടില്ല. ഇനി അഥവാ തെറിച്ച് പോയാൽ സീലിംഗ് വരെ വൃത്തിയാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ പണിക്ക് പോയിട്ടില്ല. ക്ലിപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് നിൽക്കണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു മിക്സിനെ കൊണ്ട് എനിക്ക് വന്നിട്ടുള്ളൂ. മറ്റെല്ലാം ഓക്കെയാണ്. ഇതിപ്പോൾ പ്രീതി സോഡിയാക്ക് മിക്സിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അത് പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, സേമിയ വേവിക്കേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിപ്പം വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് സാധാരണ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്തെടുക്കുക. പിന്നെ മിക്സി ഇതുപോലെ ഫുഡ് പ്രോസസ്സർ വരുന്ന വേറെയും കമ്പനീൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അഥവാ മിക്സി പുതിയത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രോസസ്സർ വരുന്ന മിക്സി വാങ്ങിച്ചാൽ നല്ല ഉപകാരമാണ് കേട്ടോ.
ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സ്ലൈസ് ചെയ്യാൻ പറ്റും, ഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ചോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മാവ് കുഴച്ചെടുക്കലാണ്. അത് എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മളൊരു 15-20 മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നതിന് പകരം ഇതിൽ തന്നെ പൊടിയിട്ടിട്ട് കുഴക്കണ്ട. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ എളുപ്പത്തിൽ കുഴച്ചെടുക്കുക. ഇതിൽ തന്നെ പൊടിയിട്ട് കുഴക്കാം, പക്ഷേ ഈ പാത്രം കഴുകിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനത് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് മാവ് കുഴക്കലെന്നുള്ളത്. ഇതിപ്പോൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നേരത്തെ ചോപ്പ് ചെയ്ത ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ വേറെ വേറെ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഫുള്ളായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും, വേറെ വേറെ വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഞാനിപ്പോൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാൻ വെച്ചിന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ സേമിയ വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 400 ഗ്രാം റോസ്റ്റഡ് സേമിയാണ് ഇട്ട് കൊടുത്തത്. ഇനി റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിൽ ഒരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സേമിയ വേവിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് മസാലക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. സേമിയക്ക് വേണ്ടുന്ന ഉപ്പ് സേമിയയിൽ തന്നെ ചേർത്ത് കൊടുത്തിന്. പൗഡേഴ്സിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ആ ടൈമിൽ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ മസാല ആക്കുന്നതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതുപോലെ സേമിയ വേവിക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സേമിയ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവില്ല കേട്ടോ. ചൂടോടെ ചേർത്ത് കൊടുത്താൽ നേരത്തെ സേമിയ വേവിച്ചിട്ട് അവിടെ വെച്ചാൽ ഇനിയിപ്പോൾ പച്ചവെള്ളം തളിച്ചിട്ടെല്ലാം വെച്ചാലും ചെറുതായിട്ടൊരു കട്ട പിടിച്ച പോലെയെല്ലാം ഉണ്ടാവില്ലേ. ഇതിപ്പോൾ മക്രൂണി, പാസ്ത എല്ലാം വേവിക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യണം അത്ര. അപ്പോൾ മോള് അന്നേരം ആ ടൈമിൽ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അവൾ യൂണിഫോമെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആദ്യം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ വേറെ വേറെ വഴറ്റേണ്ട വരുന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ ടൈമിൽ തന്നെ സേമിയ വേവിക്കാൻ വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെല്ലാം ചേർക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുട്ട പുഴുങ്ങിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുട്ടയിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ടൈമിൽ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് സേമിയ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സേമിയയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതും ഉണ്ട്. പക്ഷേ അത് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഓരോ സേമിയക്ക് ഓരോ വേവായിരിക്കും. അപ്പോൾ ഒരു ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നത് പോലെയാണ് സേമിയ ഉണ്ടാവൽ. ഇതിപ്പോൾ ഇക്ക പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിളമ്പി കൊടുത്തതാണ്. അപ്പോൾ മോളും പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇക്കയും മോളും ഒന്നിച്ച് തന്നെയാണ് പോല്. അവളെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് അങ്ങനെ പോലാണ്. മോള് അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സേമിയ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ച് മസാലയും സേമിയയും വേവിച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനും പറ്റും. അങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു 8:15 അപ്പോൾ 8:15 മോളും ഇക്കയും പോകുന്നത്. അപ്പോൾ അതിന് ശേഷം 8:45 മോൻ്റെ വണ്ടി വരുന്നത്. മോൻ്റെത് വീടിൻ്റെ മുറ്റത്ത് തന്നെ വണ്ടി വരും. അപ്പോൾ മോൻ്റെ ലഞ്ച് ബോക്സും കൂടെ റെഡിയാക്കലാണ്. അപ്പോൾ രാവിലെ കറിയൊന്നും ഉണ്ടാക്കാൻ ടൈമില്ലെങ്കിൽ ഇതുപോലെ സേമിയ വാങ്ങിച്ച് വെച്ചാൽ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സ് ആയിട്ടും എല്ലാം റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോന് കഴിക്കാനും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെയും ഉച്ചക്കും ഒരേ സാധനം തന്നെ കഴിക്കുന്നത് കൊണ്ട്. പിന്നെ അന്ന് ഉച്ചക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാക്വം സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ്. ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ചൂടൊട്ടും കുറയാതെ വൈകുന്നേരം വരെ ഉണ്ടാവും. ഇനി തണുത്ത വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ തണുപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ വൈകുന്നേരം വരെ. ഇതിപ്പോൾ ഞാൻ
ഞാൻ അന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന മല്ലിയിലയും പുതിനയിലയും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഉണ്ട് അവൻ്റെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കടയിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും വാങ്ങാൻ വേണ്ടി അയച്ചതാണ്. അതിന് ശേഷം അവൻ്റെ വണ്ടി വന്നിട്ട് അങ്ങനെ മോനും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇക്കയും മക്കളും പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇങ്ങനെ വെള്ളം അടുത്ത് തന്നെ വെക്കണം. എന്നാലും ഫുഡിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. ഞാൻ അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാനൊരു ടിഫിൻ ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ബാക്കി വന്നാൽ ചൂടാറിയ പാടെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ചൂടാക്കി കൊടുത്താൽ അത്ര കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ വൈകുന്നേരം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് ആരോഗ്യത്തിന് മോശമാകുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ ഡോക്ടേഴ്സിൻ്റെ ചാനലിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ വിട്ടേക്ക് കേട്ടോ. പിന്നെ വെജിറ്റബിൾസിലെ വിഷം കളയാൻ വേണ്ടിയിട്ട് വിനെഗർ ഉപ്പ് ഇട്ട വെള്ളത്തിലിട്ട് വെക്കുന്നില്ലേ. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി വെള്ളത്തിൽ ഇത്ര വിനെഗർ ഉപ്പ് ഇടണം എന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനത് ഏതോ വീഡിയോയിൽ കണ്ടിന് ഡോക്ടേഴ്സിൻ്റെ ചാനലിൽ. പക്ഷേ അത് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കലാണ്. അത് കിട്ടിയാൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ അതിന് ശേഷം വാഷിംഗ് മെഷീനിൽ അലക്കേണ്ട തുണി ഇടലാന്ന്. എനിക്കൊരു ദിവസം 2 പ്രാവശ്യം ഇടാനുണ്ടാവും. ഞാൻ ഡാർക്ക് കളേഴ്സ് വേറെ വൈറ്റ് കളേഴ്സ് വേറെ അങ്ങനെയാണ് ഇടൽ. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം എപ്പോഴും ഇടാനുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇടും. അതിന് ശേഷമാണ് കിച്ചണിലെ ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം ചെയ്യുന്നത്. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ അടിച്ചു വാരാനും തുടക്കാനൊന്നും ഉണ്ടാവില്ല. സിറ്റ് ഔട്ടും കിച്ചണും അങ്ങനെ അടിക്കാനുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയാണ് ഞാൻ മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ വെള്ളിയാഴ്ച അധികവും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലും രണ്ടും നടക്കൂല. വെള്ളിയാഴ്ച ഒരു 12:30 1 മണിയാകുമ്പോൾ ഫുഡ് റെഡിയാവും വേണം. എന്നാലാണ് കുളിക്കാനും ഓതാനും നിസ്കരിക്കാനും എല്ലാം ടൈം കിട്ടുന്നത്. അല്ലെങ്കിൽ അന്നൊരു ഫുഡ് ഉണ്ടാക്കുന്ന ദിവസമായിട്ട് പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് ഇതെല്ലാം എപ്പോഴും അഴിച്ചു വാരി തുടക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഡെയിലി ഉണ്ടാവും ക്ലീൻ ആക്കാം. പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ എപ്പോഴും തുടക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പണിയായിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് തുടക്കാനേ ഉണ്ടാവും. പിന്നെ ഞാനെല്ലാം കൂടെ ഒന്നിച്ച് തുടക്കാൻ വേണ്ടിയിട്ട് വെക്കലില്ല. ഇതിപ്പോൾ ഇനി ഏതായാലും ബിരിയാണി ഉണ്ടാക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ഞാൻ അന്നേരം ഇല്ലതല്ല അന്നേരം തന്നെ വൃത്തിയാക്കിയിട്ടാണ് അടുത്ത പണി എടുക്കൽ. എന്നാലേ നമ്മൾ കുക്കിംഗ് ഒരു ആസ്വദിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫുള്ള് വൃത്തിയേടായ കൗണ്ടർ ടോപ്പൊന്നും ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ഒരു മടി പോലെയാണ് തോന്നൽ. പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലിയോട് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുക, എന്നിട്ട് അത് ആസ്വദിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കുക്കിംഗ് ആവട്ടെ, ക്ലീനിങ് ആവട്ടെ. അപ്പോൾ മൊത്തത്തിൽ നല്ല ക്ലീനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ഒരുപാട് സ്നേഹിക്കുക. അപ്പോൾ നമുക്കതൊരു വലിയൊരു ഭാരമായിട്ടും ജോലിയായിട്ടും തോന്നില്ല, എളുപ്പമായിട്ട് ചെയ്യാനും പറ്റും. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ക്ലീൻ ചെയ്യാതെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. അപ്പോൾ ഒന്നാമത് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടി. മുമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റെസ്റ്റില്ലാതെ ക്ലീൻ ചെയ്യും. ഇനി വീട് മൊത്തത്തിലെല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊന്നും ഉറങ്ങാൻ വിലയില്ല, രാത്രിയൊന്നും തീർന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്നാലും ഞാനത് ആസ്വദിച്ചിട്ട് ചെയ്യും. പക്ഷേ ഇപ്പം ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വിചാരിച്ചത്ര ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനോടൊരു മടിയും വന്ന് ബാക്ക് പെയിൻ വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം ഞാനൊരു ചേച്ചീനെ വിളിച്ചിട്ടാണ് ചെയ്യൽ. എനിക്ക് ആരെയും വിളിച്ചിട്ട് ചെയ്യാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചേച്ചീനെ വിളിക്കുന്നതാണ്. ഇനി എത്ര ചേച്ചി എടുത്താലും എനിക്കൊരു തൃപ്തി ആവില്ല കേട്ടോ. ഞാൻ തന്നെ ചെയ്യുമ്പോൾ മാത്രമാണ് ആ മനസ്സിനൊരു സന്തോഷം കിട്ടൽ. ഇതിപ്പോൾ പാത്രം മൊത്തത്തിൽ കഴുകാനുണ്ട്. അന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടും പിന്നെ തലേന്നൊന്നും പ്രിപ്പയർ ആകാത്തത് കൊണ്ടും. പക്ഷേ ഈ റെസിപ്പി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു അരമണിക്കൂർ പോലും വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നതും. പിന്നെ ഞാനിങ്ങനെ പാത്രം വെക്കലില്ല. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പാത്രം കഴുകി വെക്കലുണ്ട്. പക്ഷേ അന്നൊന്നിനും ടൈം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ എല്ലാ പാത്രം കഴുകാനുണ്ട്. ഞാൻ കഴുകാനുള്ള പാത്രം അന്നേരം കഴുകിയെടുക്കാൻ ടൈമില്ലെങ്കിൽ എല്ലാം സിങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കും. ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ നിരത്തി വെക്കില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് പണിയെടുക്കാനേ തോന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇതുപോലെ മൊത്തത്തിൽ ആദ്യം സോപ്പിട്ട് വെച്ചിട്ട് പിന്നെ സിങ്കും കൂടെ സോപ്പിട്ട് കഴുകിയിട്ട് ആ സിങ്കിലേക്ക് തന്നെ സോപ്പിട്ട് വെച്ച പാത്രമെല്ലാം വെച്ചിട്ട് പിന്നെ കഴുകി എടുക്കുമ്പോൾ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്ന പോലെയാണ് തോന്നൽ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കഴുകൽ. പിന്നെ ഇപ്പം ഞാൻ വീഡിയോസ് ഇടാത്തത് ഒരാഴ്ചയിലധികമായി. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ പറയും ഞാൻ ആഴ്ചയിൽ 2 വീഡിയോ ഇടുന്നു. പക്ഷേ എന്തെല്ലാം പേഴ്സണലായിട്ട് തിരക്കുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാത്തതാണ്. പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോസിൽ എനിക്ക് വിചാരിക്കാത്തത്ര വ്യൂസും നല്ല നല്ല കമൻസും തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതിപ്പോൾ പാത്രം ഫുള്ള് കഴുകി വെച്ച് കിച്ചണ് മൊത്തത്തിൽ കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകൽ. പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ആക്കാൻ ഒരു മടിയായിരിക്കും. അപ്പോൾ ഇത് പാത്രം കഴുകി കഴിയുമ്പോൾ മൊത്തത്തിൽ കിച്ചൺ
നല്ല ക്ലീൻ ആയിട്ട് കാണുമല്ലോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കലാണ്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ്. വഴറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ 1 കിലോ റൈസിലേക്ക് വേണ്ടുന്ന മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 6 മീഡിയം സൈസ് ഉള്ളി എടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറുതും വലുതും എല്ലാം ആയതുകൊണ്ട് ഞാനൊരു 7 ഉള്ളി എടുത്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ 1 കിലോ റൈസിന് 6 ഉള്ളി എടുത്താൽ മതി. മീഡിയം സൈസ് ഉള്ളി, 2 ബൾബ് വെളുത്തുള്ളി, ഒരു 6 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുന്നത്. കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അതിന് പുതിയ സബ്സ്ക്രൈബേഴ്സ്. ഇനി ഞാൻ ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കുന്നത് ആ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഒരു ഫുഡ് പ്രോസസ്സർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ഉള്ളി ഉണ്ടാകുമ്പോൾ അതിലിട്ടിട്ട് തന്നെ സ്ലൈസ് ചെയ്യൽ. 1-2 ഉള്ളിയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ മുറിക്കൽ. പിന്നെ ഫ്രൈ ചെയ്യേണ്ട ഉള്ളിയാകുമ്പോൾ ഒരുപോലെ കട്ട് ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുത്താൽ പിന്നെ അത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഏതെല്ലോ രീതിയിൽ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് വരും. ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ആ ടൈമിൽ ഞാൻ മല്ലിയിലയും പുതിനയിലയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ ഈ മല്ലിയിലയും പുതിനയിലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ നോക്കാം. ആ ടൈമിൽ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ നേരത്തെ ചിക്കൻ കൊണ്ടുവരാൻ ലേറ്റ് ആയിന്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി കട്ട് ചെയ്യാനെല്ലാം ഇരുന്നത്. അല്ലെങ്കിൽ ചിക്കൻ കഴുകി വെച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ വാർന്ന് പോകുമല്ലോ ആ ടൈം കൊണ്ട്. അപ്പോൾ ഞാനങ്ങനെയാണ് അധികം ചെയ്യൽ. ഇന്ന് കൊണ്ടുവരാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കഴുകിയെടുക്കലാണ്. എനിക്ക് ചിക്കൻ കഴുകാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് എങ്ങനെ എടുക്കും. ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ ബ്ലഡെല്ലാം ഒരുപാട് ഇല്ലതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അർത്ഥപാട് കിട്ടുന്ന കോഴിയാകുമ്പോൾ ഒരുപാട് ബ്ലഡ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ടൈം എടുക്കും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ അർത്ഥപാട് കിട്ടുന്ന ചിക്കനും നേരത്തെ അറുത്തിട്ട് കഴുകി വെച്ചിട്ട് മാളിലെല്ലാം വെക്കുന്നില്ലേ, ആ ചിക്കനും രണ്ടും 2 ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ചിക്കനിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അധികവും നമ്മൾ ഇങ്ങനെ തന്നെ വാങ്ങല്. എപ്പോഴെങ്കിലും മാളിലെല്ലാം പോയാൽ മാത്രം ലെഗ് പീസോ അങ്ങനെയെല്ലാം വാങ്ങുന്നതല്ലാണ്ട് മറ്റെല്ലാം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത പാട് തന്നെ വാങ്ങല്. ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവൽ. മാളിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ രണ്ടും 2 ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലല്ല ഫ്രൈ ആക്കി എടുക്കേണ്ടത്, നാടൻ വിഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിന്, അപ്പോൾ ഞാനത് കുപ്പിയിൽ ഫില്ലാക്കി എടുക്കലാണ്. പിന്നെ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുന്ന കുപ്പി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്നത് പോലും ക്ലീൻ ആക്കി എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യലുണ്ട് ഇങ്ങനെ ബേക്കിംഗ് സോഡ, ചെറുനാരങ്ങ എല്ലാം ഇടുന്നാലും ഒരു പോകാത്ത പോലെയാണ്, ഒരു ഒട്ടി പിടിക്കുന്ന പോലെയാണ് ഉണ്ടാവൽ. ഇതിപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളി. ഞാൻ ഉള്ളി മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയിൽ ഫുള്ളായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം പകുതി ഇട്ട് കൊടുത്തിന്. പിന്നെ ഈ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയിൽ ഈ ഉള്ളി ഫ്രൈ ആക്കുന്ന പണിയേ ഇല്ലൂ. പിന്നെ മസാല ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ വേണ്ട, വേറെ വഴറ്റാനൊന്നുമില്ല. ഇതിപ്പോൾ ആ ടൈമിൽ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ട്. ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ ഇട്ട് കൊടുക്കും. ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ എല്ലാം ഒരുപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ സമയം മിക്സിയിലിട്ട് അരച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെയാണ് കിട്ടൽ. അപ്പോൾ അങ്ങനെ പേസ്റ്റ് പോലെ ചേർക്കുന്നതിനേക്കാളും ചതച്ചെടുത്ത പോലെ ചേർക്കുന്നതാണ് എല്ലാ ബിരിയാണിക്കും നല്ലത്. ഇതിപ്പോൾ ആദ്യം ഇട്ട ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുക്കലാണ്. ശരിക്കും ഇത്രയും ഉള്ളി ഒരു 3-4 പ്രാവശ്യം ഇടാനുണ്ടാവും. അപ്പോൾ ഞാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഈ ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. പക്ഷേ ഞാൻ അവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് എല്ലാ പണിയും എടുക്കുകയാണ്. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുത്തിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിന്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3/4 ടേബിൾ സ്പൂണ് സാജീരകം ചേർത്ത് കൊടുത്തിന്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചും പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാജീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ സാജീരകമാണ് കേട്ടോ ചേർക്കൽ. ഇതിപ്പോൾ ഉള്ളി ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഫ്രൈ ആക്കി
വേണ്ടിയിട്ട് കാണിക്കുന്നത്. ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ആക്കി വെച്ചാൽ ലാസ്റ്റ് ബിരിയാണിയിൽ ഇടാനും ഉണ്ടാവില്ല. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ തന്നെ അത് തിന്ന് തീർക്കും. അതുകൊണ്ട് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി വെക്കലില്ല. പക്ഷെ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ ബാക്കി ആർക്കും ഇഷ്ടമല്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ ആയാലും. ഇനി ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ കഴുകിയിട്ട് വെള്ളാലം വാർന്ന ചിക്കൻ ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് കുറച്ച് വലിയ കോഴിയാണ്, ഒരു 1.5 കിലോനുണ്ട്, മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 മുറി ചെറുനാരങ്ങ നീരും 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് നല്ലോണം ചിക്കനിൽ തേച്ച് കൊടുക്കുക. ഇതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇനി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സാജീരകം 1 ടേബിൾ സ്പൂൺ റൈസിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ദമ്മ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു 2 ഉള്ളി ഫ്രൈ ആക്കിയത് മാറ്റി വെച്ചാൽ മതി, ബാക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ളി ഫ്രൈ ആക്കി ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്ക് വിട്ടുപോയതാണ്. ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ തന്നെ, പക്ഷേ അത് ഫ്രൈ ആക്കാത്ത ഓയിലാണ് ചേർത്ത് കൊടുത്ത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തതും 1 കപ്പ് പുതിന ഇല ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും എടുക്കുമ്പോൾ നല്ല ഫ്രഷ് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ ഇത്ര തന്നെ ചേർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മൊത്തത്തിൽ ചിക്കനിൽ നല്ലോണം തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് ഒരു അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുന്നുണ്ട്. ഇതിപ്പം 1 കിലോ റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്ത്യ ഗൈറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തത്. പക്ഷേ ഇതിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ട് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഗോൾഡൻ കളറിലും വൈറ്റ് കളറിലും. അത് വൈറ്റ് കളറിലുള്ളതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഫ്രൈഡ് റൈസ് പോലത്തെ റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷേ ഇതുപോലെ അറബിക് റൈസ്, പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, അതിനെല്ലാം സെല്ല ബസ്മതി റൈസ് തന്നെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും, നോക്കി നിന്ന് വേവിച്ചെടുക്കണം. പക്ഷേ സെല്ല ആകുമ്പം അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അരി നല്ലോണം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ അരി അധികം സോക്ക് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സെല്ല ബസ്മതി ആകുമ്പം 1 മണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഇതിപ്പം ഞാൻ അരി വേവിക്കേണ്ട വെള്ളത്തിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിന്. 6 ഏലക്ക, 6 ഗ്രാമ്പു, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, 2 വഴനയില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സാജീരകം, നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സാജീരകം അതിനും ചേർത്ത് കൊടുത്തിന്. എന്നാൽ സാജീരകം ഈ ഒരു ഹൈദരാബാദി ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. എന്നിട്ട് നേരത്തെ 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് വെള്ളം വാർന്ന റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നോക്കി നിന്നിട്ട് തന്നെ ഇത് അരി വേവിച്ചെടുക്കണം. പെട്ടെന്ന് കുഴഞ്ഞു പോകട്ടെ ഈ ഒരു അരി ആയതുകൊണ്ട് തന്നെ. വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് വെന്ത് കിട്ടും. ഇതിപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത വെള്ളം കുറച്ച് കുറഞ്ഞു പോയിന്, അതുകൊണ്ടാണ് ഇങ്ങനെ പാകത്തിന് വെള്ളം ആയിട്ട് നിൽക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം ഊറ്റി കളയലാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇതിപ്പോൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു 2 ഉള്ളി ഫ്രൈ ആക്കിയത് മാറ്റി വെച്ചിന്. അതും അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നേരത്തെ ഫ്രൈ ആക്കിയിരുന്ന പകുതി മാത്രമേ ഉള്ളൂ. അത് വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെയോ അവിടെ മാറ്റി വെച്ചതാണ്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട. ഒരു 5 മിനിറ്റ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ച റൈസ് മുകളിൽ ഇട്ട് കൊടുക്കുക. അരി വേവിക്കുമ്പോൾ ഒരു 75-80% മാത്രമേ കുക്കാകാൻ പാടുള്ളൂ. ഇത് ദമ്മ് ചെയ്തെടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നല്ലോണം വെന്ത റൈസാണ് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സെല്ല ബസ്മതി റൈസാകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. ഇതുപോലത്തെ റൈസെല്ലാം എടുക്കുമ്പം ആ ഒരു കറക്റ്റ് ഒരു 75% മാത്രം കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി റൈസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, പിന്നെ സാഫ്രോൺ മിൽക്ക് കൂടെ ചേർത്തിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക.
ഈ റൈസിൻ്റെ ഇടയിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി മൊത്തത്തിൽ റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സാഫ്രോൺ മിൽക്ക്, ഫ്രൈഡ് ഓണിയൻ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, ഗരം മസാല ഇത് മൊത്തത്തിൽ ഇങ്ങനെ മിക്സാക്കി വെച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാമല്ലോ. വേറെ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ വേവിച്ച് ഊറ്റിയ അരി ആയതുകൊണ്ട് തന്നെ റൈസിന് അങ്ങനെ നെയ്യോ ഓയിലോ ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ഞാൻ നല്ലോണം കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെച്ച് കൊടുത്തിന്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒരു 30 മിനിറ്റിന് ശേഷമാണ് ഓപ്പൺ ആക്കുന്നത്. പിന്നെ കവർ ചെയ്യുമ്പം ഹോൾസെല്ലാം ഉള്ളതാണെങ്കിൽ അതെല്ലാം മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നല്ലോണം കവർ ചെയ്തിട്ട് ക്ലോസ് ആക്കിയാലും മതി. എന്നാൽ നല്ലോണം ദമ്മായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ്. ഇനി ഇത് ഞാൻ അടിയിലാണല്ലോ ചിക്കൻ ഉള്ളത്, അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് റൈസ് എല്ലാം മാറ്റി എടുക്കുന്നുണ്ട്. ഇത് മസാല റൈസ് മൊത്തത്തിൽ അങ്ങനെ മിക്സാക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ റൈസ് വേറെ മസാല വേറെ ആയിട്ട് കഴിക്കാനാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ചിക്കൻ്റെ മസാല എടുക്കുക, എന്നിട്ട് റൈസ് എടുക്കുക. ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ മിക്സാക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഞാൻ ആദ്യമെല്ലാം അങ്ങനെ മൊത്തത്തിൽ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ മിക്സാക്കിയിട്ട് തന്നെ കഴിക്കൽ. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ റൈസ് വേറെ മസാല വേറെ ആയിട്ട് എടുത്തിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ട് നമ്മളിത് ഇങ്ങനെ വഴറ്റിയെടുത്ത മസാലയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കഴിക്കാനാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ചെയ്യുക. അപ്പോൾ മസാലയിൽ നിന്ന് റൈസ് മാറ്റുമ്പോൾ മൊത്തത്തിൽ റൈസ് മാറ്റണ്ട, മുകളിൽ ഇങ്ങനെ കുറച്ച് റൈസ് വെച്ചിട്ട് അതടക്കം മസാല എടുത്തിട്ട് ഇതുപോലെ വിളമ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുന്നേ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളമ്പി കാണിക്കുന്നതാണ്. അതിന് ശേഷം എൻ്റെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല, അതുകൊണ്ട് പിന്നെ നേരത്തെ അങ്ങനെ വിളമ്പി കാണിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സ് ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.